നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ടോപ്പ് 10ലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എന്തുകൊണ്ട് SIT കുറ്റപത്രം വൈകുന്നു? പ്രതികൾ ഓരോരുത്തരായി സ്വാഭാവിക ജാമ്യത്തിൽ പുറത്തിറങ്ങുമ്പോൾ ചോദ്യമുനയിലേക്കും അറസ്റ്റിലേക്കും എത്തിക്കാതെ SIT രക്ഷിച്ചവരെ EDക്ക് എന്തെങ്കിലും ചെയ്യാനാകുമോ? സ്വർണം തിരിച്ചെത്തുമോ എന്ന വിശ്വാസികളുടെയും പൊതുസമൂഹത്തിന്റെയും ചോദ്യത്തോട് സർക്കാർ എന്തുത്തരം പറയും? കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണത്തെ പൂർണ്ണമായും വിശ്വസിച്ചിരുന്നവർക്ക് പോലും SITയുടെ നീക്കത്തിൽ സംശയവും ആശങ്കയുമാണ്. ടോപ്പ് 10 കാണാം സമഗ്രമായി. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. പ്രമുഖ ബിൽഡറും കോൺഫിഡന്റ് ഗ്രൂപ്പ് സ്ഥാപകനും ഉടമയുമായ CJ റോയി ജീവനൊടുക്കി. വെടിവെച്ച് മരിച്ചത് ഇൻകം ടാക്സ് റെയ്ഡിനിടെ ബംഗളൂരുവിലെ ഓഫീസ് ആസ്ഥാനത്ത്. ഞെട്ടലിൽ വ്യവസായ ലോകം. അറസ്റ്റ് ഭീഷണി ഉണ്ടായിരുന്നുവെന്ന് ജീവനക്കാർ. സംസ്കാരം നാളെ ബംഗളൂരുവിൽ. അതിവേഗ റെയിൽപാതയിൽ സംസ്ഥാന സർക്കാരും ശ്രീധരനും തമ്മിൽ പോര് കടുക്കുന്നു. റാപ്പിഡ് റെയിൽ മണ്ടൻ പദ്ധതിയെന്നും ഇലക്ഷൻ സ്റ്റണ്ടെന്നും മെട്രോമാൻ. ശ്രീധരന്റെ അതിവേഗ പാതയിൽ കേന്ദ്രത്തിൽ നിന്ന് ഒരറിയിപ്പും ലഭിച്ചിട്ടില്ലെന്ന് മന്ത്രി P. രാജീവ്. ശ്രീധരനെ പരിഹസിച്ച് MV ഗോവിന്ദൻ. CPM പുറത്താക്കിയ V. കുഞ്ഞികൃഷ്ണന്റെ പുസ്തക പ്രകാശനത്തിന് പോലീസ് സംരക്ഷണത്തിന് ഉത്തരവിട്ട് ഹൈക്കോടതി. KK രാഗേഷ് ഉൾപ്പെടെ ഉള്ളവർക്ക് നോട്ടീസ്. പാർട്ടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി V. കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം. നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്ന പുസ്തകം അടുത്ത മാസം 4-ന് പ്രകാശനം ചെയ്യും. ആർത്തവകാലത്തെ ആരോഗ്യം അവകാശമെന്ന് സുപ്രീം കോടതി. സ്കൂളുകൾ വിദ്യാർത്ഥിനികൾക്ക് നാപ്കിനുകൾ ഉൾപ്പെടെ സൗജന്യമായി നൽകണം. വൃത്തിയുള്ള ശുചിമുറികൾ ഉറപ്പാക്കണമെന്നും സുപ്രീം കോടതി. നിയമത്തെ ചൊല്ലി മന്ത്രി V. ശിവൻകുട്ടിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള വാക്പോര് തുടരുന്നു. മത്സരിക്കാനില്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന BJPയുമായി ഉണ്ടാക്കിയ രാഷ്ട്രീയ കച്ചവടത്തിന്റെ ഭാഗമെന്ന് മന്ത്രി V. ശിവൻകുട്ടി. ശിവൻകുട്ടിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് തനിക്കെതിരെ ക്യാമ്പയിൻ നടക്കുന്നുവെന്ന് VD സതീശൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നടൻ ജയറാമിനെ സാക്ഷിയാക്കും. പോറ്റിയെയും ഗോവർദ്ധനെയും അറിയാമെന്ന് SITക്ക് ജയറാമിന്റെ മൊഴി. ദേവസ്വം മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷ കൊല്ലം കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ സ്വാഭാവിക ജാമ്യം വേണമെന്ന് ഹർജിയിൽ. തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഗുരുതര ചികിത്സാ പിഴവെന്ന് പരാതി. പ്രസവത്തിന് ശേഷം തുന്നിക്കെട്ടിയത് ശരിയായ രീതിയിലല്ലെന്നും ഞരമ്പ് മുറിഞ്ഞ് അണുബാധയുണ്ടായെന്നും വിതുര സ്വദേശിനി ഹസ്ന. മലമൂത്ര വിസർജനത്തിന് ബാഗുമായി നടക്കേണ്ട അവസ്ഥയിലെന്നും യുവതി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രക്തബാങ്കിൽ ലൂക്കോസൈറ്റ് ഫിൽട്ടേർഡ് രക്തവിതരണം മുടങ്ങി. തലസീമിയ രോഗികൾ ദുരിതത്തിൽ. ഓസ്ട്രേലിയൻ ഓപ്പൺ ഫൈനലിൽ നൊവാക് ജോക്കോവിച്ച് കാർലോസ് അൽക്കാരസ് പോരാട്ടം. ജോക്കോവിച്ചിന്റെ ഫൈനൽ പ്രവേശനം നിലവിലെ ചാമ്പ്യൻ സിന്നറിനെ തോൽപ്പിച്ച്. സെമിയിൽ കാർലോസ് അൽക്കാരസ് പരാജയപ്പെടുത്തിയത് അലക്സാണ്ടർ സ്വരേവിനെ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ. ഇന്ത്യ ന്യൂസിലൻഡ് 5-ാം T20 നാളെ. പശ്ചിമേഷ്യയിൽ സംഘർഷം കനക്കുന്നു. ഇറാനും അമേരിക്കയും സൈനിക കരുത്ത് വർദ്ധിപ്പിക്കുന്നതായി റിപ്പോർട്ട്. US യുദ്ധക്കപ്പൽ ഇസ്രയേൽ തീരത്ത്. നങ്കൂരമിട്ടത് നാവികസേനയുടെ മിസൈൽ ഡിസ്ട്രോയർ. സ്റ്റോറി ഓഫ് ദി ഡേ. വേറിട്ട ആവിഷ്കാര ശൈലിയുമായി ഒരു കലാകാരൻ. പ്രമുഖ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പായ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയി ആദായ നികുതി റെയ്ഡിനിടെ ആത്മഹത്യ ചെയ്തു. ബംഗളൂരുവിലെ കമ്പനിയുടെ ആസ്ഥാനത്ത് ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തുന്നതിനിടെയായിരുന്നു സ്വന്തം തോക്കിൽ നിന്നും നിറയൊഴിച്ച് ആത്മഹത്യ ചെയ്തത്. ബംഗളൂരു ലാൻഡ്ഫോർഡ് ടൗണിലെ ഓഫീസിൽ വെച്ചായിരുന്നു ജീവനൊടുക്കിയത്. കൊച്ചി സ്വദേശിയാണ് CJ റോയി. ദക്ഷിണേന്ത്യയിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ പ്രമുഖ മലയാളി വ്യവസായിയാണ് 57-കാരനായ CJ റോയ്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമയും സിനിമാ നിർമ്മാതാവുമായ CJ റോയ് ബംഗളൂരു അശോക് നഗറിലുള്ള കമ്പനി ആസ്ഥാനത്ത് വെച്ച് ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിനിടെയാണ് കൈവശമുണ്ടായിരുന്ന തോക്ക് ഉപയോഗിച്ച് വെടിയുതിർത്ത് മരിച്ചത്. ജീവനക്കാർ ഉടൻ HSR ലേഔട്ടിലെ നാരായണ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കേരളത്തിനകത്തും പുറത്തും വിദേശത്തുമായി നിരവധി സംരംഭങ്ങളുള്ള വ്യക്തിയാണ് CJ റോയ്. കൊച്ചിയിൽ നിന്നുള്ള ഇൻകം ടാക്സ് സംഘമാണ് റെയ്ഡിനെത്തിയത്. രാവിലെ 10 മണിക്ക് ശേഷമാണ് ഉദ്യോഗസ്ഥർ റെയ്ഡ് ആരംഭിച്ചത്. കേരളത്തിൽ നിന്നുള്ള IT വകുപ്പിന്
ബംഗളൂരുവിൽ റെയ്ഡ് നടത്താൻ അധികാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടി കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ബംഗളൂരു കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങിയിരുന്നു. എന്നാൽ അടുത്തിടെ സ്റ്റേ നീക്കിയതിന് പിന്നാലെയാണ് ആദായനികുതി സംഘം പരിശോധനയ്ക്കെത്തിയത്. രാവിലെ ആരംഭിച്ച പരിശോധനയ്ക്ക് ശേഷം CJ റോയിയെ ഉച്ചയോടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി 1 മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു. ഇതിനിടെ രേഖകളെടുക്കാനായി ഓഫീസിലേക്ക് പോയതിന് പിന്നാലെയാണ് സ്വന്തം റിവോൾവർ ഉപയോഗിച്ച് വെടിയുതിർത്തത്. കേരളം, കർണാടക, തമിഴ്നാട് ഉൾപ്പെടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും വിദേശങ്ങളിലുമായി റിയൽ എസ്റ്റേറ്റ് നിർമ്മാണ മേഖലയിലും സിനിമാ നിർമ്മാണത്തിലും സജീവ സാന്നിധ്യമായിരുന്നു CJ റോയ്. നികുതി വെട്ടിപ്പ് ആരോപണത്തിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം എത്തിയതിന് പിന്നാലെയാണ് ആത്മഹത്യയെന്നാണ് മൊഴികൾ. ഓഫീസുകളിലും വസതികളിലുമായി നടന്ന തുടർച്ചയായ പരിശോധനയിൽ മാനസികമായി തകർന്നതാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് ജീവനക്കാർ പറയുന്നു. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പാണ് ബംഗളൂരു കേന്ദ്രമായ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ്. റിയൽ എസ്റ്റേറ്റിന് പുറമെ സിനിമ, സ്പോർട്സ്, വ്യോമയാന മേഖലകളിലും CJ റോയിക്ക് വലിയ നിക്ഷേപം ഉണ്ടായിരുന്നു. വലിയ ഹോട്ടലുകൾ, റിസോർട്ട് എന്നിവയും CJ റോയിയുടെ ഉടമസ്ഥതയിലുണ്ട്. ആഡംബര കാറുകൾ സ്വന്തമാക്കുന്നതിൽ തൽപരനായ CJ റോയിക്ക് 12 റോൾസ് റോയ്സ് ഉൾപ്പെടെ 200 കാറുകൾ സ്വന്തമായുണ്ട്. കാസനോവ, മരക്കാർ, അറബിക്കടലിൻ്റെ സിംഹം, ഐഡന്റിറ്റി, മേഹും മൂസ തുടങ്ങിയവയുടെ നിർമ്മാതാവ്, സഹനിർമ്മാതാവ് തുടങ്ങിയ മേഖലകളിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. മൾട്ടിനാഷണൽ കമ്പനിയായ HPയിലെ ജോലി രാജിവെച്ചായിരുന്നു കൊച്ചി സ്വദേശിയായ റോയ് റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് കടക്കുന്നത്. 2006-ൽ സ്വന്തം ബ്രാൻഡ് ആരംഭിച്ചു. ലിനി റോയിയാണ് ഭാര്യ. രോഹിത്, റിയ എന്നിവരാണ് മക്കൾ. അമൃത ന്യൂസ്, കൊച്ചി. CJ റോയിയുടെ ആത്മഹത്യയെ തുടർന്ന് സ്ഥലത്ത് വിശദമായ പരിശോധന നടത്തി പോലീസ്. കോൺഫിഡൻറ്റ് പെന്റഗൺ കോർപ്പറേറ്റ് ഓഫീസിൽ വെച്ചാണ് റോയി ആത്മഹത്യ ചെയ്തത്. സ്വയം വെടിയുതിർത്ത് മരിക്കുകയായിരുന്നു. FSL ലാബ് ഉദ്യോഗസ്ഥരും അശോക് നഗർ പോലീസും സ്ഥലത്തെത്തി വിശദമായ പരിശോധന ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട്. വെടിവെച്ച തോക്ക് കസ്റ്റഡിയിലെടുത്തു. ശ്രീജിത്ത് നായർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീജിത്ത്, വ്യവസായ ലോകം ഞെട്ടലോടെ കേട്ട വാർത്തയായിരുന്നു ഒരു 4 മണിയോടുകൂടി ഈ റോയിയുടെ മരണവാർത്ത. അറിയാം, ബിസിനസ് ലോകത്ത് വിപ്ലവകരമായ വളർച്ചയായിരുന്നു CJ റോയുടേത്. അങ്ങനെ കേരളമെങ്ങും അറിയുന്ന വലിയ പേരായിരുന്നു കോൺഫിഡൻറ്റ് ഗ്രൂപ്പും അതുപോലെ തന്നെ CJ റോയും ഒക്കെ. എന്തിന് അദ്ദേഹം ഇത് ചെയ്തു? ആദായ നികുതി വകുപ്പ് നികുതി റെയ്ഡിനിടെ അവിടെ സംഭവിച്ചതെന്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇനി അറിയേണ്ടത്. അമ്പിളി, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് വ്യവസായിയായിരുന്നു അന്തരിച്ച CJ റോയ്. അതുകൊണ്ട് തന്നെ ഈ മരണം മലയാളികളെ സംബന്ധിച്ച് വലിയൊരു ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് വ്യവസായ ലോകത്തെ സംബന്ധിച്ച് അപ്രതീക്ഷിതമെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം അപ്രതീക്ഷിതമായിട്ടാണ് മരണവാർത്ത എത്തിയത്. വൈകിട്ട് 3:15 മരണം സംഭവിച്ചതെന്നാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. വെടിവെച്ച ശബ്ദം കേട്ട് ആ സമയത്ത് അശോക് നഗറിലെ അദ്ദേഹത്തിൻ്റെ കോർപ്പറേറ്റ് ഓഫീസിൽ വെച്ച് തന്നെയാണ് സ്വയം വെടിവെച്ചത്. ജീവനക്കാരും ഒപ്പം IT ഉദ്യോഗസ്ഥരും അവിടെ ഉണ്ടായിരുന്നു. ഇവരെല്ലാം ചേർന്നാണ് അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിച്ചത്. തുടർന്ന് പോകുന്ന വഴി തന്നെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ മരണം സംഭവിക്കുകയായിരുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള സംഘമാണ്, IT ഉദ്യോഗസ്ഥരാണ് ഈ ഒരു പരിശോധന നടത്തിയെന്നുള്ള കാര്യം തീരുമാനമായിട്ടുണ്ട്. ഇപ്പോൾ ആ തോക്ക് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇദ്ദേഹം വെടിയുതിർക്കാൻ ഉപയോഗിച്ച തോക്ക് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഉദ്യോഗസ്ഥരിൽ നിന്ന് വിശദമായ മൊഴി ശേഖരിക്കുമെന്ന് ബംഗളൂരു പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ CCTV ദൃശ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട ഓഫീസിലെ ദൃശ്യങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആശുപത്രിയിൽ മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണ്. ബന്ധുക്കൾ വിദേശത്ത് നിന്ന് എത്താനുണ്ട്. അതിനുശേഷം നാളെ ബംഗളൂരുവിൽ സംസ്കരിക്കാനാണ് നിലവിലെ തീരുമാനം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാളെ സംസ്കാരം നടത്താൻ തന്നെയാണ് തീരുമാനം. അദ്ദേഹത്തിന് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും വിദേശങ്ങളിലും പ്രത്യേകിച്ച് ഗൾഫ് മേഖലകളിലെല്ലാം തന്നെ വലിയ വ്യവസായ സ്വാധീനമുള്ള റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വലിയ വമ്പനായൊരു പ്രമുഖനായ വ്യവസായി തന്നെയാണ്. മാത്രമല്ല, ഹോസ്പിറ്റാലിറ്റി രംഗത്തെ ഹോട്ടൽ, റിസോർട്ടുകൾ, സിനിമാ നിർമ്മാണം, അങ്ങനെ സമസ്ത മേഖലകളിലും അദ്ദേഹത്തിന് വലിയ ബന്ധങ്ങളും വ്യവസായ സാന്നിധ്യവുമുണ്ട്. നേരത്തെ തന്നെ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ വലിയ സിനിമകൾ, മരക്കാർ ഉൾപ്പെടെയുള്ള വലിയ സിനിമകളുടെ നിർമ്മാതാവെന്ന പങ്കാളിത്തവും അദ്ദേഹം വഹിച്ചിരുന്നു. ഒരു എഞ്ചിനീയർ ബിരുദധാരിയായ അദ്ദേഹം ഫ്രാൻസിലും സ്വിറ്റ്സർലൻഡിലും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം വിദേശത്തെ HP എന്നുള്ള കമ്പനിയിൽ നിന്നാണ് പിന്നീട് സ്വന്തമായി ചേർന്ന് 7 പേർ ചേർന്ന് ഈ ഒരു കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഉണ്ടാകുകയും വളരെ വേഗത്തിൽ വളർച്ച കൈവരിക്കുകയും റിയൽ എസ്റ്റേറ്റ് രംഗത്തെ വളരെ മികച്ചൊരു പ്രവർത്തനം കാഴ്ചവെക്കുകയും ചെയ്തു. വലിയ രീതിയിൽ പെട്ടെന്ന് തന്നെ ഒരു ഉപഭോക്താക്കൾക്കിടയിൽ ഒരു അവരുടെ ഒരു വിശ്വാസം ആർജിക്കാൻ ഈ ഗ്രൂപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. കാരണം പറഞ്ഞ സമയത്ത് പലപ്പോഴും നിർമ്മാണങ്ങൾ തീർത്തു കൊടുക്കുക, കടമില്ലാതെ തന്നെ അദ്ദേഹം നിരവധി ഈ ഒരു ബിസിനസ് സംരംഭങ്ങൾ ബംഗളൂരുവിൽ പൂർത്തിയാക്കിയിരുന്നു. മാത്രമല്ല, നിർധനരുടെ വിദ്യാഭ്യാസം, മറ്റ് സ്കോളർഷിപ്പുകൾ, മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം തന്നെ വളരെ സജീവമായി സോഷ്യൽ മീഡിയയിലും ഒക്കെ വളരെ സജീവമായ ഒരു കോൺഫിഡൻസോടുകൂടി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യവസായിയായിരുന്നു. അപ്പോൾ എന്താണ് ഈ മരണകാരണം എന്നുള്ളത് നിലവിലൊരു ദുരൂഹതയായി അവശേഷിക്കുകയാണ്. നിലവിൽ ജീവനക്കാരും ബന്ധുക്കളുടെയും ഒക്കെ ഒരു ആരോപണം വരുന്നത് ഈ IT ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു അമിതമായ സമ്മർദ്ദം മൂലം അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തെ ഈ രീതിയിൽ
രീതിയിൽ നിരന്തരമായ പരിശോധനകളിലൂടെ കുരുക്കി എന്നുള്ള ഒരു ആരോപണമാണ് നിലവിൽ പറയുന്നത്. പക്ഷേ അതിൻ്റെ ഒരു നിജസ്ഥിതി നമുക്ക് വ്യക്തമല്ല. അതോ ഇനി സിജ റോയിയുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും കുരുക്കുകൾ അദ്ദേഹത്തിന് ഉണ്ടായതിൻ്റെ പ്രശ്നമാണോ എന്ന് അറിയില്ല. എന്തായാലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഇതുവരെ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ ലഭ്യമായിട്ടില്ല. മാത്രമല്ല ഒരാരോപണമുള്ളത് ഈ മരണശേഷവും പരിശോധന തുടർന്നു എന്നൊരു ആരോപണവും നിലവിലുണ്ട്. എന്തായാലും കേരളത്തിൽ നിന്നുള്ള സംഘമാണ് സിജെ റോയിയുടെ ആത്മഹത്യയ്ക്ക് പിന്നാലെ രാജ്യത്തെ ആദായ നികുതി വകുപ്പ് വീണ്ടും ആരോപണ വിനയിലാണ്. ശ്രീജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ സിജെ റോയിക്കെതിരെ 1.5 മാസം മുമ്പാണ് ആദായ നികുതി വകുപ്പ് അന്വേഷണം തുടങ്ങിയത്. രാഷ്ട്രീയ മേഖലകളിൽ നിന്നടക്കമുള്ളവരുടെ കള്ളപ്പണം ബിൽഡർമാർ വഴി എത്തിയിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. എന്തായാലും ഈ അകാല വിയോഗത്തിന്റെ ഞെട്ടലിലാണ് വ്യവസായ ലോകം. ആദായ നികുതി റെയ്ഡിനിടെ തോക്കുപയോഗിച്ച് സ്വയം വെടിവെച്ച് റോയി ജീവനൊടുക്കിയെന്ന വാർത്തയാണ് ഞെട്ടലോടെ കേരളം കേട്ടത്. ആത്മഹത്യയുടെ കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശ്രീജിത്ത് നായർ. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ ഡോക്ടർ സിജെ റോയിയുടെ അപ്രതീക്ഷിത മരണത്തിന്റെ ഞെട്ടലിലാണ് പ്രവാസ ലോകം. UAE-യിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തും സിജെ റോയി സജീവമായിരുന്നു. ദുബായിലെ വൻകിട പാർപ്പിട പ്രൊജക്ടിന്റെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നതിനിടെയാണ് സിജെ റോയിയുടെ മരണം. കോൺഫിഡന്റ് എന്ന പേര് പോലെ തന്നെ ആത്മവിശ്വാസം സ്ഫുരിക്കുന്ന ശരീരഭാഷയോടെയാണ് ഡോക്ടർ സിജെ റോയിയെ എല്ലാ ചടങ്ങുകളിലും കണ്ടിരുന്നത്. ദുബായിലെ സാമൂഹ്യ സാംസ്കാരിക ചടങ്ങുകളിലും അദ്ദേഹം സ്ഥിര സാന്നിധ്യമായിരുന്നു. ദുബായ് ലിവാനിൽ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ വൻകിട പാർപ്പിട നിർമ്മാണ പദ്ധതി പൂർത്തിയാകുന്നതിനിടെയാണ് ഡോക്ടർ റോയിയുടെ അപ്രതീക്ഷിത മരണം. 2024 ദുബായിൽ ലാങ്കസ്റ്റർ എന്ന പേരിലായിരുന്നു കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ആദ്യ പാർപ്പിട പദ്ധതി. 16 മാസങ്ങൾ കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കി ഈ പദ്ധതിയിലെ യൂണിറ്റുകളെല്ലാം ഉടമകൾക്ക് കൈമാറിയിരുന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ദുബായ് ലിവാനിലെ കോൺഫിഡന്റ് പ്രസ്റ്റൺ എന്ന പുതിയ പാർപ്പിട പദ്ധതി ഡോക്ടർ സിജെ റോയ് പ്രഖ്യാപിച്ചത്. ഇതിന്റെ തറക്കല്ലിടൽ ചടങ്ങിൽ കുടുംബത്തോടൊപ്പം അദ്ദേഹം പങ്കെടുത്തിരുന്നു. ബാങ്ക് വായ്പകൾ ഇല്ലാതെയാണ് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ പദ്ധതികളെന്ന് ഡോക്ടർ റോയ് എന്ന് വിശദീകരിച്ചിരുന്നു. UAE-യിലെ മാധ്യമപ്രവർത്തകരുമായും അടുത്ത സൗഹൃദം കാത്തുസൂക്ഷിച്ച മലയാളി വ്യവസായിയായിരുന്നു ഡോക്ടർ സിജെ റോയ്. അമൃത ന്യൂസ്, ദുബായ്. അതിവേഗ റെയിൽപാതയിൽ വാക്പോര് രൂക്ഷം. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച RRTS പ്രായോഗികമല്ലെന്ന് മെട്രോമാൻ E. ശ്രീധരൻ. അതിവേഗ റെയിൽവേയുമായി താരതമ്യം ചെയ്യുമ്പോൾ RRTS ഒരു മണ്ടൻ പദ്ധതിയാണെന്നും തിരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് ഈ പ്രഖ്യാപനമെന്നും E. ശ്രീധരൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ RRTS പ്രഖ്യാപനം ഒരു സർപ്രൈസ് ആയിരുന്നു എന്ന് പറഞ്ഞ E. ശ്രീധരൻ സാങ്കേതികമായി അത് കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റില്ലെന്ന് വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് പുതിയ പ്രഖ്യാപനം. സർക്കാരിന് RRTSന്റെ കാര്യത്തിൽ മറ്റു വല്ല ഉദ്ദേശമുണ്ടോ എന്ന് അറിയില്ലെന്നും E. ശ്രീധരൻ പറഞ്ഞു. ആദ്യം അതിവേഗ പാതയ്ക്ക് ഗവൺമെന്റ് ഒരുക്കമായിരുന്നു. വിഷയത്തിൽ കേന്ദ്രത്തിന് ഒരു കത്തെഴുതണമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് അതുണ്ടായില്ല. പിന്നീടാണ് താൻ നേരിട്ട് കേന്ദ്രത്തോട് സംസാരിച്ചതെന്നും E. ശ്രീധരൻ പറഞ്ഞു. അതൊരു സർപ്രൈസ് ആയിരുന്നു എനിക്കും. ഞാൻ രാവിലെ എണിച്ചപ്പോഴാണ് അറിയണം പേപ്പർ കണ്ടപ്പോൾ. അത് എന്തോ വലിയൊരു തെറ്റിദ്ധാരണ സർക്കാരിൻ്റെ വശത്തുണ്ടെന്ന് എൻ്റെ പക്ഷം. കാരണം അവർ പിന്നെ RRTS ചെയ്യുന്നതാണ് പറയണം. ഈ RRTS ഡൽഹിയിലുള്ള RRTS അത് കൺസീവ് ചെയ്തും അത് കൊണ്ടുപോകുന്നതൊക്കെ ഞാനാണ് 2010 തുടങ്ങിയ പണിയത്. അതിന് പ്രധാന ഉദ്ദേശം എന്ന് വെച്ചാൽ ഒരു സബർബൻ സർവീസ് മാതിരിയാണ്. അത് എങ്ങനെ ഒരു ഹൈ സ്പീഡ് കണ്ടിന്യൂസ് റെയിൽവേ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ടെക്നിക്കലി ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഗവൺമെന്റിന് വേറെ വല്ല ഉദ്ദേശമുണ്ടെന്ന് അതിനെപ്പറ്റി ഞാൻ പറയില്ല. സംസ്ഥാന സർക്കാരിന്റെ RRTS പദ്ധതി അതിവേഗ പാതയ്ക്ക് വെല്ലുവിളിയാകില്ല. സർവേ നടത്താൻ സംസ്ഥാന സർക്കാരിന്റെ സഹായം വേണ്ട. എന്നാൽ സ്ഥലം ഏറ്റെടുക്കുന്നതിന് സർക്കാരിന്റെ സഹായം ആവശ്യമായി വരും. എന്നാൽ ആ സമയത്ത് ആരാണ് അധികാരത്തിൽ ഉണ്ടാകുന്നതെന്ന് പറയാനാകില്ലെന്നും ശ്രീധരൻ പറഞ്ഞു. ഫെബ്രുവരി 15 മുതൽ അതിവേഗ പാതയ്ക്കുള്ള DPR തയ്യാറാക്കുന്നതിനുള്ള പ്രവർത്തനം തുടങ്ങുമെന്നും E. ശ്രീധരൻ പറഞ്ഞു. അമൃത ന്യൂസ്, മലപ്പുറം. E. ശ്രീധരന്റെ അതിവേഗ റെയിൽപാതയിൽ ഒരറിയിപ്പും ലഭിച്ചിട്ടില്ലെന്ന് മന്ത്രി P. രാജീവ്. ശ്രീധരന്റെ ചുമതലയെക്കുറിച്ചും അറിയില്ല. കേന്ദ്ര അതിവേഗ റെയിൽ പദ്ധതിയുടെ സ്പെഷ്യൽ ഓഫീസറായി E. ശ്രീധരനെ ചുമതലപ്പെടുത്തിയ ഉത്തരവുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യാം. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് അതിവേഗ റെയിൽ പദ്ധതി പ്രഖ്യാപിച്ചാൽ അത് അംഗീകരിച്ച് മുന്നോട്ട് പോകാമെന്നും മന്ത്രി വ്യക്തമാക്കി. കേന്ദ്ര നഗര വികസന മന്ത്രി കൂടി പങ്കെടുത്ത നഗരാസൂത്രണം സംബന്ധിച്ച ശില്പശാലയിൽ കേന്ദ്രമന്ത്രി തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞു, ഈ റാപ്പിഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം കേരളം ഇത് സംബന്ധിച്ചുള്ള പ്രപ്പോസൽ നൽകണം. ഇത്രയും വേഗത്തിൽ നഗരവൽക്കരിക്കുന്ന കേരളം മൊത്തത്തിൽ നഗരമാണ്, അതാണ് റിപ്പോർട്ടിന്റെ ഒരു കേന്ദ്രം. അത് നിങ്ങൾ നൽകുകയാണെങ്കിൽ ഞങ്ങൾ
വളരെ പെട്ടെന്ന് തന്നെ അത് സംബന്ധിച്ച് തീരുമാനമെടുക്കും. കേരളത്തിന് ആവശ്യമായൊരു പദ്ധതിയാണെന്ന് കേന്ദ്രമന്ത്രി തന്നെ പ്രസംഗിക്കുകയുണ്ടായി. ഈ വകുപ്പിന്റെ ചുമതലയുള്ള, ഇത് റെയിൽവേയുടെ കീഴിലല്ല വരാം, ഇത് നഗരാസൂത്രണത്തിന്റെ കീഴിലല്ല വരാം. കേന്ദ്ര അതിവേഗ റെയിൽപാതയിൽ ഇ ശ്രീധരനെ പരിഹസിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേരളത്തിൽ മുഖ്യമന്ത്രിയായ വ്യക്തിയല്ലേ ഇ ശ്രീധരൻ എന്നായിരുന്നു പരാമർശം. ശ്രീധരൻ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം തന്നെ മാറ്റി പറയുകയാണ്. കേരളയിൽ കേന്ദ്രം അനുമതി നൽകാത്തതിനാലാണ് നിർത്തിവെച്ചത്. നമുക്ക് വേണ്ടത് അതിവേഗ റെയിൽപാതയാണ്. UDF-ന് ഇതിലും തർക്കമുണ്ടെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തക പ്രകാശനത്തിന് പോലീസ് സംരക്ഷണം നൽകണമെന്ന് ഹൈക്കോടതി. കുഞ്ഞികൃഷ്ണന്റെ ഹർജി പരിഗണിച്ചാണ് തീരുമാനം. ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് CPM-നെതിരെ വെളിപ്പെടുത്തലുള്ള തന്റെ പുസ്തകം പ്രകാശനം ചെയ്യുന്ന ചടങ്ങിന് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടാണ് കുഞ്ഞികൃഷ്ണൻ കോടതിയെ സമീപിച്ചത്. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഉൾപ്പെടെയുള്ളവർക്ക് കോടതി നോട്ടീസ് നൽകി. CPM രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തൽ നടത്തിയതിനെ തുടർന്നാണ് മുൻ CPM നേതാവായ വി കുഞ്ഞികൃഷ്ണനെ CPM പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കിയത്. അതേ തുടർന്ന് ചില പാർട്ടി പ്രവർത്തകർ വീടിന് നേരെ പ്രകടനവും പടക്കം പൊട്ടിക്കലും നടത്തി വീട്ടുകാരെ ഭയപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടി കുഞ്ഞികൃഷ്ണൻ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി പോലീസ് സംരക്ഷണം അനുവദിച്ചത്. ബുധനാഴ്ച നടക്കുന്ന പുസ്തക പ്രകാശനത്തിന് പോലീസ് സംരക്ഷണം നൽകാൻ കോടതി പോലീസിനും ജില്ലാ കളക്ടർക്കും നിർദ്ദേശം നൽകി. ഹർജിയിൽ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷും പയ്യന്നൂർ MLA TI മധുസൂദനും എതിർകക്ഷികളാണ്. ഇവർ അടക്കമുള്ളവർക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. കുഞ്ഞികൃഷ്ണന്റെ പുസ്തകത്തിൽ CPM നേതൃത്വത്തിനെതിരെ നിശിതമായ വിമർശനം ഉണ്ടെന്ന വാർത്ത വന്നതിനെ തുടർന്ന് പുസ്തക പ്രകാശന ചടങ്ങ് അലങ്കോലമാക്കാൻ CPM പാർട്ടിക്കാർ ശ്രമിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കുഞ്ഞികൃഷ്ണൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജി അടുത്ത വെള്ളിയാഴ്ച കോടതി വീണ്ടും പരിഗണിക്കും. അമൃത ന്യൂസ്, കൊച്ചി. അടുത്ത മാസം 4-ന് പ്രകാശനം ചെയ്യുന്ന പുസ്തക പ്രകാശന ചടങ്ങിന് മാത്രമാണ് സുരക്ഷ ആവശ്യപ്പെട്ടതെന്ന് വി കുഞ്ഞികൃഷ്ണൻ. തനിക്ക് ഒരു ഭീതിയുമില്ലെന്നും എന്നാൽ പുസ്തക പ്രകാശന ചടങ്ങ് അലങ്കോലപ്പെടുമെന്ന ആശങ്കയുണ്ട്. ഉന്നയിച്ച വിഷയങ്ങളെല്ലാം ശരിയെന്ന് വിശ്വസിക്കുന്ന വലിയ വിഭാഗം ഇപ്പോഴും പാർട്ടിയിലുണ്ട്. പുസ്തകം വരുമ്പോൾ കൂടുതൽ വ്യക്തത വരുമെന്നും കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കി. പുസ്തക പ്രകാശന ചടങ്ങ് അലങ്കോലപ്പെടാതിരിക്കാനുള്ള ഒരു പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടണം എന്ന രീതിയിൽ പലരും പറയുന്നുണ്ടായി. പുസ്തക പ്രസാധന ചടങ്ങ് അലങ്കോലമാകാതിരിക്കാനുള്ള ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു പെറ്റീഷൻ മൂവ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു കാര്യത്തിനും പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഒരു CPM-നെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം മുതലാളിത്തത്തിന്റെ പ്രയോക്താക്കളായി പയ്യന്നൂരിലെ നേതാക്കൾ മാറിയെന്നും സാമ്പത്തിക തട്ടിപ്പുകാരെ പാർട്ടി സംരക്ഷിക്കുകയാണെന്നും വിമർശനം. നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്ന പുസ്തകം അടുത്ത ബുധനാഴ്ച പ്രകാശനം ചെയ്യും. പയ്യന്നൂർ MLA TI മധുസൂദനെതിരെ സാമ്പത്തിക ക്രമക്കേടുകൾ ഉൾപ്പെടെ നിരവധി ആരോപണങ്ങളാണ് പുസ്തകത്തിൽ ഉന്നയിച്ചിട്ടുള്ളത്. ചങ്ങാതിത്വ മുതലാളിത്തത്തിന്റെയും സാമ്പത്തിക ക്രമക്കേടുകളുടെയും വക്താക്കളായി പയ്യന്നൂരിലെ പാർട്ടി നേതൃത്വം മാറിയെന്ന് വി കുഞ്ഞികൃഷ്ണൻ ആരോപിക്കുന്നു. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ്, സാമ്പത്തിക ക്രമക്കേട് എന്നിവയുടെ കണക്കുകൾ ഉൾപ്പെടെ പുസ്തകത്തിലുണ്ട്. TI മധുസൂദനൻ ബൂർഷ്വാ സ്വഭാവമുള്ള നേതാവാണെന്നും പയ്യന്നൂരിലെ വിഭാഗീയതയുടെ അടിസ്ഥാന കാരണം മനസ്സിലാക്കുന്നതിൽ ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് വീഴ്ച സംഭവിച്ചുവെന്നും കുഞ്ഞികൃഷ്ണൻ ആരോപിക്കുന്നു. ഉത്തരവാദിത്ത പാർട്ടി പ്രവർത്തകനായതുകൊണ്ടാണ് തെറ്റ് ചൂണ്ടിക്കാട്ടിയതെന്നും നേതാക്കളുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ ദുരനുഭവം നേരിട്ടെന്നും കുഞ്ഞികൃഷ്ണൻ സാക്ഷ്യപ്പെടുത്തുന്നു. പാർട്ടിക്കുള്ളിലെ തിരുത്തൽവാദി VS അച്യുതാനന്ദനെ സ്മരിച്ചാണ് പുസ്തകം അവസാനിപ്പിക്കുന്നത്. ഫെബ്രുവരി 4-ന് പയ്യന്നൂരിൽ നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്ന പുസ്തകം പ്രകാശനം ചെയ്യും. അമൃത ന്യൂസ്, കണ്ണൂർ. ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു സുപ്രധാന വിധി വന്നു. ആർത്തവകാലത്തെ ആരോഗ്യം പെൺകുട്ടികളുടെ മൗലികാവകാശമാണെന്ന് സുപ്രീം കോടതി. ആർത്തവ സമയത്ത് ആരോഗ്യ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന ഉൽപ്പന്നങ്ങൾ ലഭിക്കേണ്ടതും മൗലികാവകാശമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ആർത്തവകാലത്തെ ആരോഗ്യം ഭരണഘടന ഉറപ്പു നൽകുന്ന ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമാണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. പെൺകുട്ടികളുടെ ആർത്തവാരോഗ്യത്തിലെ കേന്ദ്ര നയവുമായി ബന്ധപ്പെട്ട പൊതുതാൽപര്യ ഹർജിയിലാണ് കോടതി നിരീക്ഷണം. സ്കൂളുകളിലെ ലിംഗഭേദമനുസരിച്ചുള്ള ടോയ്ലറ്റുകൾ, ആർത്തവ ശുചിത്വ ഉൽപ്പന്നങ്ങളുടെ ലഭ്യത തുടങ്ങിയവയുടെ അഭാവം, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, സമത്വം, ആരോഗ്യം, അന്തസ്സ്, സ്വകാര്യത എന്നിവയുൾപ്പെടെയുള്ള മൗലികാവകാശങ്ങളുടെ ലംഘനമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി.
വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഒരു വ്യക്തിയെ മറ്റ് മാനുഷിക അവകാശങ്ങൾ വിനിയോഗിക്കാൻ പ്രാപ്തമാക്കുന്നുവെന്ന് ജസ്റ്റിസുമാരായ JB പർദിവാല, R മഹാദേവൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ച് വിധിച്ചു. സ്കൂളുകളിൽ പെൺകുട്ടികൾക്ക് ആർത്തവകാലത്ത് ആവശ്യമായ സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിൽ സംസ്ഥാനങ്ങളുടെ നടപടിക്രമങ്ങളിലെ വീഴ്ചയെ കോടതി വിമർശിച്ചു. പെൺകുട്ടികൾക്ക് ഉന്നത നിലവാരത്തിലുള്ള ആരോഗ്യം ഉറപ്പുവരുത്തണമെന്നും പെൺകുട്ടികളുടെ സ്വകാര്യത ഉറപ്പാക്കാൻ ഭരണകൂടത്തിന് ബാധ്യതയുണ്ടെന്നും കോടതി പറഞ്ഞു. ആർത്തവ ആരോഗ്യ അവകാശങ്ങളിൽ പെൺകുട്ടികൾ ബോധവതികൾ ആകണമെന്നും അധ്യാപകരും രക്ഷിതാക്കളും ബോധവൽക്കരിക്കപ്പെടണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഓക്സോ ബയോഡിഗ്രേഡബിൾ സാനിറ്ററി നാപ്കിനുകൾ എല്ലാ സ്കൂളുകളിലും സൗജന്യമായി നൽകണമെന്ന് സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും കോടതി നിർദ്ദേശിച്ചു. ഈ ഉൽപ്പന്നങ്ങൾ സ്കൂൾ ടോയ്ലറ്റുകളിലോ സ്കൂൾ പരിസരത്തുള്ള നിശ്ചിത സ്ഥലത്തോ ലഭ്യമാക്കണം. ആർത്തവ ചക്രത്തെക്കുറിച്ചും ആർത്തവ ശുചിത്വത്തെക്കുറിച്ചും പരിശീലനവും ബോധവൽക്കരണ പരിപാടികളും കോടതി നിർബന്ധമാക്കി. മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും നിശബ്ദത പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. വീണ്ടും സതീശൻ ശിവൻകുട്ടി പോര്. പ്രതിപക്ഷ നേതാവ് VD സതീശന് BJPയുമായി ഡീലെന്ന് മന്ത്രി V ശിവൻകുട്ടി. നേമത്തും പറവൂരും കോൺഗ്രസ് BJP ഡീലാണെന്ന് മന്ത്രി V ശിവൻകുട്ടിയുടെ ആരോപണം. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നേമത്ത് വന്ന് മത്സരിക്കാൻ സതീശന് ധൈര്യമുണ്ടോ എന്ന് VD സതീശനെ ശിവൻകുട്ടി വെല്ലുവിളിച്ചിരുന്നു. അതേസമയം അതിന് താനില്ലെന്നും ശിവൻകുട്ടിയുടെ അത്ര സംസ്കാരവും നിലവാരവും തനിക്കില്ലെന്നും VD സതീശനും പ്രതികരിച്ചു. നേമത്ത് മത്സരിക്കാൻ VD സതീശൻ തയ്യാറാണോ എന്ന മന്ത്രി V ശിവൻകുട്ടിയുടെ ചോദ്യത്തിന് തയ്യാറല്ലെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മറുപടിയോടെയാണ് നേമത്തും സതീശന്റെ മണ്ഡലമായ പറവൂരിലും കോൺഗ്രസ് BJP ഡീലാണെന്ന് മന്ത്രി V ശിവൻകുട്ടി ആരോപിച്ചത്. BJPയുമായിട്ടൊരു ഡീലുണ്ടാക്കിയിരിക്കുക. നേമവും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് മത്സരിക്കുന്ന മണ്ഡലവും തമ്മിൽ ഒരു ഡീലുണ്ടാക്കിയിരിക്കുക. ആ ഡീല് അതിന് തെളിവൊന്നുമില്ല. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത്. മുമ്പ് അത് ഉണ്ടാക്കിയിട്ടുണ്ട്. സോണിയാഗാന്ധിയെ താൻ അപമാനിച്ചിട്ടില്ലെന്നും ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ സതീശൻ അസ്വസ്ഥനായിരിക്കുകയാണെന്നും ശിവൻകുട്ടി പറഞ്ഞു. അതേസമയം AKG സെന്ററിൽ നിന്നും മന്ത്രിയുടെ ഓഫീസിൽ നിന്നും തനിക്കെതിരെ ദിനവും 10 ദുഷ്പ്രചാരണ കാർഡുകൾ ഇറക്കുകയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. ശിവൻകുട്ടിക്ക് മറുപടി പറയാൻ താനില്ലെന്നും അദ്ദേഹത്തിന്റെ അത്ര സംസ്കാരവും നിലവാരവും തനിക്കില്ലെന്നുമായിരുന്നു VD സതീശന്റെ മറുപടി. ഏറ്റവും കൂടുതൽ ഡെയിലി ഒരു 20 കാർഡ് AKG സെന്ററിൽ നിന്നും ഒരു 10 കാർഡ് ഈ മന്ത്രിയുടെ അടുത്തും വരുവാണ്. എന്നെ ഇങ്ങനെ സഹായിക്കല്ലേ എന്നാണ് എൻ്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ദുഷ്പ്രചരണം നടത്തിയാണ്. അതിനിങ്ങനെ എന്നെ തൊട്ടിയിട്ട് പിടിക്കാൻ നോക്കിയതാണ് ഇപ്പോൾ ഇതിലൊന്നും ഞാൻ വീഴില്ല. അതിനൊന്നും അദ്ദേഹമായിട്ടൊന്നും മത്സരിക്കാൻ ഞാനില്ല. അദ്ദേഹം വലിയ ഒരാളാണ്. എനിക്ക് സംസ്കാരവും നിലവാരവും കുറവാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് വളരെയധികം സംസ്കാരവും നിലവാരമുള്ള ആളാണ് അദ്ദേഹം. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ വികസന രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് മുമ്പ് പരസ്പര വാക്പോരുമായാണ് മന്ത്രി V ശിവൻകുട്ടിയും പ്രതിപക്ഷ നേതാവ് VD സതീശനും കളം നിറയുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പിണക്കം മറന്ന് കോൺഗ്രസ് നേതാക്കളുമായി വേദി പങ്കിട്ട് ശശി തരൂർ MP. KPCCയിൽ നടന്ന ഗാന്ധി രക്തസാക്ഷി ദിനാചരണ പരിപാടിയിലാണ് പ്രധാന നേതാക്കൾക്കൊപ്പം ശശി തരൂർ പങ്കെടുത്തത്. പിണക്കം മറന്ന് മുന്നോട്ടു പോകുമെന്ന് ശശി തരൂർ വ്യക്തമാക്കി. ഡൽഹിയിൽ കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവരുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് ശശി തരൂർ MP സംസ്ഥാന നേതാക്കളുമായി പിണക്കം മറന്ന് വേദി പങ്കിട്ടത്. KPCC ആസ്ഥാനത്ത് നടന്ന ഗാന്ധിജി രക്തസാക്ഷി ദിനാചരണ പരിപാടിയിലായിരുന്നു ഇത്. AK ആന്റണി, KC വേണുഗോപാൽ, VD സതീശൻ, സണ്ണി ജോസഫ്, രമേശ് ചെന്നിത്തല തുടങ്ങിയ കേരളത്തിലെ പ്രധാന നേതാക്കൾക്കൊപ്പമാണ് പിണക്കത്തിന് ശേഷമുള്ള തരൂരിന്റെ ആദ്യ വേദി പങ്കിടൽ. പാർട്ടിയിൽ ഉറച്ചു നിൽക്കുമെന്നും ശശി തരൂർ വ്യക്തമാക്കി. ഞാൻ എവിടേക്കും പോകില്ല, ഞാൻ കോൺഗ്രസ് തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിനെ സജീവമായി കാണും. UDFന്റെ വിജയത്തിന് വേണ്ടി ഇറങ്ങും. ശശി തരൂർ പാർട്ടി വിടുമെന്നത് മാധ്യമ സൃഷ്ടിയാണെന്നും തരൂർ കോൺഗ്രസിന്റെ അഭിമാനമാണെന്നുമാണ് നേതാക്കളുടെ ഇപ്പോഴത്തെ നിലപാട്. ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ മുഖം കേരളത്തിലെ 140 നിയോജകമണ്ഡലങ്ങളുണ്ടാവും. ശശി തരൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു വിശ്വപൗരനായിട്ടുള്ള വ്യക്തിയാണ്. കോൺഗ്രസിൻ്റെ അഭിമാനമായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയൊരു സമൂഹം കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലുണ്ട്. അവരുടെ ഇടയിലേക്ക് അദ്ദേഹം വരികയാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDFന് പിന്തുണയുമായിട്ട്. അതേസമയം പാർട്ടിയെ വെട്ടിലാക്കുന്ന തരൂരിന്റെ പ്രസ്താവനകൾക്കെതിരെ പരസ്യമായി രംഗത്തു വരികയും കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകുകയും ചെയ്ത സംസ്ഥാന നേതാക്കളാണ് തരൂരിനെ പുകഴ്ത്തി രംഗത്തെത്തിയിരിക്കുന്നത്. നിലവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തരൂരിനെ ഒപ്പം നിർത്തേണ്ടത് കോൺഗ്രസിന്റെ ആവശ്യമാണ് താനും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സീറ്റ് ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ്. സീറ്റ് വെച്ച് മാറ്റമോ വിട്ടുകൊടുക്കലോ ആയി ബന്ധപ്പെട്ട ഒരാലോചനകളും ഉണ്ടായിട്ടില്ലെന്നും വിജയസാധ്യതയ്ക്കായിരിക്കും മുൻഗണനയെന്നും PJ ജോസഫ് പറഞ്ഞു. അങ്ങനെ ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല.
അത് ചർച്ച ചെയ്യുമ്പോൾ മുന്നണി ജയിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ച വരുമ്പോൾ ആലോചിക്കുന്നതാണ്. ചർച്ച ചെയ്തിട്ടില്ല, അങ്ങനെ ചർച്ചയ്ക്ക് സ്കോപ്പില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക നീക്കവുമായി SIT. നടൻ ജയറാമിന്റെ മൊഴി രേഖപ്പെടുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമെന്ന് നടൻ മൊഴി നൽകി. കേസിൽ ജയറാമിനെ സാക്ഷിയാക്കി അന്വേഷണവുമായി മുന്നോട്ടു പോകാനാണ് SITയുടെ തീരുമാനം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നടൻ ജയറാമിന്റെ മൊഴി രേഖപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘം ചെന്നൈയിലെ വീട്ടിലെത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമെന്ന് ജയറാം മൊഴി നൽകി. ശബരിമലയിൽ വച്ചാണ് പോറ്റിയെ പരിചയപ്പെട്ടത്. പോറ്റി നിരവധി തവണ പൂജകൾക്കായി വീട്ടിലെത്തിയിട്ടുണ്ട്. ദ്വാരപാലക ശില്പപാളികളും ശ്രീകോവിൽ വാതിലും വീട്ടിൽ കൊണ്ടുവന്നുവെന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന് ജയറാം മൊഴി നൽകി. പോറ്റിയെ വിശ്വാസമായിരുന്നു. കട്ടിളപ്പാളി സ്മാർട്ട് ക്രിയേഷൻസിൽ പൂജിച്ചിരുന്നു. പൂജയിൽ പോറ്റി വിളിച്ചപ്പോൾ പങ്കെടുത്തു. വാതിൽപ്പാളികൾ കോട്ടയം ഇളമ്പള്ളി ക്ഷേത്രത്തിൽ ഘോഷയാത്ര നടത്തിയപ്പോഴും പങ്കെടുത്തു. എന്നാൽ ഇതിനു പിന്നിലുള്ള സാമ്പത്തിക ഇടപാടോ തട്ടിപ്പോ അറിയില്ലെന്നും ജയറാം വ്യക്തമാക്കി. ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധനെയും പരിചയമുണ്ടെന്ന് ജയറാം മൊഴി നൽകിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ജയറാം സാക്ഷിയാകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമലയിലെ കട്ടിളപ്പാളി, ദ്വാരപാലക ശില്പങ്ങൾ തുടങ്ങിയവയിലെ സ്വർണത്തിന്റെ അളവ് തിട്ടപ്പെടുത്താൻ വീണ്ടും പരിശോധന വേണമെന്ന് SIT. കട്ടിളപ്പാളികളിലെ സ്വർണം കട്ടെങ്കിലും പാളികൾ ആകെ മാറ്റിയിട്ടില്ലെന്നാണ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം VSSC ശാസ്ത്രജ്ഞർ സ്ഥിരീകരിച്ചിട്ടുള്ളത്. എന്നാൽ കട്ടിളപ്പാളിയിലെയും ദ്വാരപാലക ശില്പങ്ങളിലെയും സ്വർണത്തിന്റെ അളവിൽ കുറവുണ്ടായതായി പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ സ്വർണത്തിന്റെ അളവ് തിട്ടപ്പെടുത്താനാണ് വീണ്ടും സാമ്പിളുകൾ ശേഖരിക്കാൻ SIT തീരുമാനിച്ചത്. ഇതിനായി ഹൈക്കോടതിയിൽ നിന്ന് വീണ്ടും അനുമതി തേടും. ശബരിമല സന്നിധാനത്തെ ദ്വാരപാലകപ്പാളിയിൽ 394.6 ഗ്രാം സ്വർണവും കട്ടിളപ്പാളികളിൽ 409 ഗ്രാം സ്വർണവും പൂശിയെന്നാണ് പോറ്റിയുടെ മൊഴി. ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ അറസ്റ്റിലായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ ജാമ്യ ഹർജി തിങ്കളാഴ്ച കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും. 2 കേസുകളിലും അറസ്റ്റിലായി റിമാൻഡ് കാലാവധി 90 ദിവസം കഴിഞ്ഞത് കാട്ടിയാണ് ഇന്ന് ഹർജി സമർപ്പിച്ചത്. ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന് പിന്നാലെ അറസ്റ്റിലായ ആളാണ് സുധീഷ് കുമാർ. സ്വർണ്ണപ്പാളികൾ കടത്തുമ്പോൾ സുധീഷ് കുമാർ ആയിരുന്നു ശബരിമലയിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ. ഫെബ്രുവരി 2 കോടതി ജാമ്യ ഹർജികൾ പരിഗണിക്കും. SIT ഇതുവരെ കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ സ്വാഭാവിക ജാമ്യം അനുവദിച്ചു നൽകാനാണ് സാധ്യത. ഇതോടെ സുധീഷ് കുമാറും ജയിൽ മോചിതനാകും. നേരത്തെ മുരാരി ബാബു, S ശ്രീകുമാർ എന്നിവർ ജയിൽ മോചിതരായിരുന്നു. ദ്വാരപാലക ശില്പക്കേസിൽ ജാമ്യം ലഭിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കട്ടിളപ്പാളി കേസിൽ റിമാൻഡ് പൂർത്തിയാവാത്തതിനെ തുടർന്നാണ് ജയിലിൽ കഴിയുന്നത്. വരും ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജാമ്യ ഹർജി സമർപ്പിക്കും. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഗുരുതര ചികിത്സാ പിഴവെന്ന് പരാതി. സ്വാഭാവിക പ്രസവത്തിനിടെ ഡോക്ടർക്ക് ഗുരുതര പിഴവ് പറ്റിയെന്നാണ് ആരോപണം. പ്രസവത്തെ തുടർന്ന് എപ്പിസിയോട്ടമി ഇട്ടതിൽ ഡോക്ടർക്ക് കൈപ്പിഴവുണ്ടായെന്നാണ് കുടുംബത്തിന്റെ പരാതി. 2025 ജൂൺ 19 വിതുര സ്വദേശി ഹസ്ന ഫാത്തിമയുടെ പ്രസവം നടന്നത്. പ്രസവത്തെ തുടർന്ന് എപ്പിസിയോട്ടമി ഇട്ടതിൽ ഡോക്ടർക്ക് കൈപ്പിഴവുണ്ടായെന്നാണ് ആരോപണം. 3-ാം നാൾ മുതൽ മുറിവിൽ പ്രശ്നം തുടങ്ങി. ചികിത്സയ്ക്ക് മാത്രം ചിലവായത് 6 ലക്ഷം രൂപയാണ്. മുറിവിലൂടെ മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥയിലാണ് പരാതിക്കാരിയുള്ളത്. മലം പോകാതെ വയറ്റിൽ കെട്ടിക്കിടന്ന അണുബാധയുണ്ടായി. ചികിത്സാ പിഴവ് മറച്ചുവെച്ച് ഡോക്ടർ മുറിവ് തുന്നിക്കെട്ടിയെന്നും ആരോപണമുണ്ട്. പ്രസവ സമയത്ത് കുഞ്ഞിന് എളുപ്പത്തിൽ പുറത്തു വരാനായി യോനിക്കും മലദ്വാരത്തിനും ഇടയിലുള്ള ഭാഗത്ത് ഡോക്ടർ ചെയ്യുന്ന ഒരു ചെറിയ ശസ്ത്രക്രിയാ മുറിവിനെയാണ് എപ്പിസിയോട്ടമി എന്ന് പറയുന്നത്. മലദ്വാരത്തിലെ ഞരമ്പ് മുറിഞ്ഞതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് സ്കാനിങ്ങിൽ കണ്ടെത്തിയിട്ടുണ്ട്. പരാതി അന്വേഷിക്കുന്നതായി നെടുമങ്ങാട് ജില്ലാ ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രക്തബാങ്കിൽ ലൂക്കോസൈറ്റ് ഫിൽറ്റേർഡ് രക്തവിതരണം മുടങ്ങിയതോടെ തലസീമിയ രോഗികൾ ദുരിതത്തിൽ. ആശുപത്രിയിലെ സ്റ്റോക്ക് തീർന്നതോടെ വലിയ വില കൊടുത്ത് പുറത്തുനിന്ന് ലൂക്കോസൈറ്റ് ഫിൽറ്റർ സെറ്റ് വാങ്ങേണ്ട അവസ്ഥയിലാണ് രോഗികൾ. ലോക്കൽ പർച്ചേസ് നടത്തി രോഗികൾക്ക് ഫിൽറ്റർ സെറ്റ് ലഭ്യമാക്കണമെന്ന പ്രത്യേക ഉത്തരവ് നിലനിൽക്കെയാണ് ഈ അവസ്ഥ. രോഗികൾക്ക് രക്തം നൽകുമ്പോഴുണ്ടാകുന്ന ഗുരുതരമായ പാർശ്വഫലം ഒഴിവാക്കാനായി ഉപയോഗിക്കുന്നതാണ് ലൂക്കോസൈറ്റ് ഫിൽട്ടർ സെറ്റ്. തലാസീമിയ രോഗികൾക്ക് ഹീമോഗ്ലോബിന്റെ മതിയായ അളവ് ശരീരത്തിൽ നിലനിർത്താൻ പലപ്പോഴും മാസം തോറും 2-3 യൂണിറ്റ് രക്തം വരെ ആവശ്യമായി വരും. എന്നാൽ ഫിൽട്ടർ സെറ്റ് ഇല്ലാതെ രക്തം സ്വീകരിക്കാൻ ഭയപ്പെടുകയാണിപ്പോൾ
കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തുന്ന രോഗികൾ. അതുകൊണ്ട് തന്നെ സ്വീകരിക്കുന്ന രക്തത്തിന്റെ അളവ് ഇവർ കുറച്ചു. ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന ഭയവും രോഗികൾക്കുണ്ട്. 1300 രൂപ നൽകി പുറത്തുനിന്നും ഫിൽട്ടർ സെറ്റ് വാങ്ങേണ്ട അവസ്ഥയാണ് രോഗികൾക്കെന്ന് ബ്ലഡ് പേഷ്യൻസ് പ്രൊട്ടക്ഷൻ കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് കരീം കാരശ്ശേരി പറഞ്ഞു. കഴിഞ്ഞ 1.5 വർഷമായി കേരളത്തിലെ തലസീമിയ രോഗികളെ സംബന്ധിച്ചിടത്തോളം മരുന്നും ഫിൽട്ടർ സെറ്റും ഒക്കെ തീരുന്ന ഒരു സ്ഥിതി ഇവരെ സംബന്ധിച്ചിടത്തോളം ജീവന് പോലും അങ്ങേയറ്റത്തെ ഭീഷണി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. 2-3 തവണ രക്തം കയറ്റുന്നതിന് 2-3 ഫിൽട്ടർ സെറ്റ് വാങ്ങേണ്ടി വരുന്ന ഈ വലിയ ഭാരിച്ച സാമ്പത്തിക ബാധ്യത ഈ രോഗികളെ സംബന്ധിച്ചിടത്തോളം വഹിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അടിയന്തരമായിട്ട് ഒരു പരിഹാരം ഉണ്ടാക്കുകയും ഈ മരുന്നും ഫിൽട്ടർ സെറ്റും മുടങ്ങുന്ന സ്ഥിതി തലസീമിയ രോഗികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാത്ത സ്ഥിതി സൃഷ്ടിക്കാൻ സർക്കാർ തയ്യാറാവുകയും വേണം എന്നാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഏറെ നാളത്തെ മുറവിളിക്ക് ശേഷമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ ഫിൽട്ടർ സെറ്റുകൾ എത്തിയത്. അതാണെങ്കിൽ ഇപ്പോൾ താളം തെറ്റിയ അവസ്ഥയിലാണ്. കണ്ണൂർ ജില്ലയിലും സ്ഥിതി സമാനമാണ്. ഇവർക്ക് ആവശ്യമായ മരുന്നും മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ നിന്നും ലഭിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് ഫിൽട്ടർ സെറ്റുകളും മരുന്നുകളും എത്തിക്കണമെന്നാണ് രോഗികളുടെ ആവശ്യം. അമൃത ന്യൂസ്, കോഴിക്കോട്. സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ പിഴവുകൾ ഒറ്റപ്പെട്ട സംഭവമെന്ന നിലയിൽ തള്ളിക്കളയാനാകില്ലെന്ന് മുൻ MP സെബാസ്റ്റ്യൻ പോൾ. പല വികസിത രാജ്യങ്ങളിലും കാണാൻ കഴിയാത്ത ചികിത്സാ സംവിധാനങ്ങൾ കേരളത്തിൽ കാണാം, എന്നാൽ അതൊക്കെ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്നും സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു. ചികിത്സാ പിഴവുകൾക്കെതിരെ എറണാകുളം DMO ഓഫീസിന് മുന്നിൽ ജനനീതി സംരക്ഷണ വേദി നടത്തിയ പ്രതിഷേധ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അത്യാധുനിക സംവിധാനങ്ങൾ ഉണ്ടായിരിക്കെ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളടക്കമുള്ള ആശുപത്രികളിൽ ചികിത്സാ പിഴവുണ്ടാകുന്നതിനെതിരെയാണ് ഇടതുപക്ഷ MP കൂടിയായിരുന്ന ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിന്റെ വിമർശനം. പല വികസിത രാജ്യങ്ങളിലും കാണാൻ കഴിയാത്ത ചികിത്സാ സംവിധാനങ്ങൾ കേരളത്തിൽ കാണാം, എന്നാൽ അതൊക്കെ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് സംശയിക്കുന്ന കാര്യങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്. ഇതിനോട് ഭരണകൂടത്തിന്റെ പ്രതികരണം തന്നെ ആശാവഹമായ കാര്യമല്ലെന്നും സെബാസ്റ്റ്യൻ പോൾ കൂട്ടിച്ചേർത്തു. സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ പിഴവുകൾ ഒറ്റപ്പെട്ട സംഭവമെന്ന നിലയിൽ തള്ളിക്കളയാനാകില്ലെന്നും സെബാസ്റ്റ്യൻ പോൾ അഭിപ്രായപ്പെട്ടു. കേരളത്തിലെ ആരോഗ്യരംഗത്തെക്കുറിച്ച് ഉള്ള ഏത് ചർച്ചയിലും ഉയർന്നു വരുന്ന കുറേ പേരുകളും സംഭവങ്ങളും ഒരു സിസ്റ്റത്തിന് സംഭവിക്കുന്ന അപഭ്രംശം എന്ന രീതിയിൽ, ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന രീതിയിൽ തള്ളിക്കളയാൻ കഴിയാത്ത വിഷയമാണ്. നമുക്ക് വളരെ നിസ്സാരം എന്ന് നമുക്ക് പെട്ടെന്ന് തോന്നിയേക്കാം, ഇതൊക്കെ സംഭവിക്കുമോ എന്ന് പോലും തോന്നിയേക്കാം. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതേക്കുറിച്ചുള്ള ഭരണകൂടത്തിൻ്റെ പ്രതികരണം തന്നെ നമുക്ക് ആശാവഹമായ കാര്യമല്ല. അന്വേഷിക്കുന്നു, റിപ്പോർട്ട് വരട്ടെ എന്ന് നിരന്തരം പറഞ്ഞാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവില്ല. സാധാരണക്കാരന്റെ ഗതികേട് കൊണ്ടാണ് സർക്കാർ ആശുപത്രികളെ സമീപിക്കേണ്ടി വരുന്നതെന്ന് എറണാകുളം MP ഹൈബി ഈഡൻ കുറ്റപ്പെടുത്തി. മന്ത്രിമാരും മുഖ്യമന്ത്രിയും സർക്കാർ ആശുപത്രിയിൽ പോകുന്നില്ല. കേരളത്തിന്റെ മികച്ച ആരോഗ്യ മോഡൽ നിലനിൽക്കുമ്പോഴാണ് ചികിത്സയ്ക്കായി മന്ത്രിമാർ വിദേശത്തേക്ക് പോകുന്നതെന്നും ഹൈബി ഈഡൻ വിമർശിച്ചു. നമ്മുടെ സംസ്ഥാനത്ത് ഒരൽപ്പം പവർഫുൾ ആയിട്ടുള്ള അധികാര കേന്ദ്രങ്ങളിൽ ആക്സസ് ഉള്ള ആളുകളുണ്ടെങ്കിൽ, പണം കൊണ്ട് അവർക്ക് ഇത്രയെങ്കിലും സാമ്പത്തികമായ മെച്ചപ്പെട്ട ഒരു അവസ്ഥയുള്ള ആളുകളാണ് എങ്കിൽ അവരൊന്ന് സർക്കാർ ആശുപത്രിയിൽ പോകില്ല എന്നുള്ളത് മാത്രമല്ല, 2 അവർക്കെല്ലാം ഇതുപോലെയുള്ള ഗതികേട് ഉണ്ടാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ മന്ത്രിമാരും മുഖ്യമന്ത്രി അടക്കം ഏറ്റവും മികച്ച കേരളത്തിന്റെ ആരോഗ്യ മോഡൽ നിലനിൽക്കുമ്പോഴും പോകുന്നത് വിദേശങ്ങളിലേക്ക്, അമേരിക്കയിലേക്ക് അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടി, ഏറ്റവും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടി പോവുകയാണ്. ചികിത്സാ പിഴവുകൾക്കെതിരെ എറണാകുളം DMO ഓഫീസിന് മുന്നിൽ ജനനീതി സംരക്ഷണ വേദി നടത്തിയ പ്രതിഷേധ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. ചികിത്സാ പിഴവുകൾക്ക് ഇരയായവരും പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, കൊച്ചി.